ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ നില വ്ളോഗ്സ്. ഇന്ന് കോളിഫ്ലവർ ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കോളിഫ്ലവർ മുറിച്ച് അത് ഒരു പാനിൽ വെള്ളമൊഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാൻ വെച്ചു. അതൊന്ന് വെന്ത് വന്നതിന് ശേഷം കോരിയെടുത്ത് മാറ്റി വെച്ചു. കോളിഫ്ലവർ ജസ്റ്റ് ഒന്ന് വെന്താൽ മതി കേട്ടോ. നല്ലോണം വേവുമ്പോൾ അത് മസാല നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വെന്തതുടനെ നമ്മൾക്ക് അത് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം മസാല തയ്യാറാക്കുന്ന രീതിയാണ്. ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അതിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി പേസ്റ്റാക്കിയത് കൂടി ചേർക്കുക. അതിലേക്ക് കോൺഫ്ലവറും കൂടി ചേർത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം ഗരം മസാല കൂടി ചേർക്കുക. അതിലേക്ക് ടൊമാറ്റോ സോസും ചില്ലി സോസും കൂടി ചേർത്തതിന് ശേഷം കുറച്ച് റവ കൂടി ചേർത്ത് അതിലേക്ക് മൈദ കൂടി ഇട്ട് ഒരു ചെറുനാരങ്ങയുടെ പകുതി കട്ട് ചെയ്ത് അതിൻ്റെ നീര് കൂടി അതിലേക്ക് മിക്സ് ചെയ്യുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. നന്നായി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം കേട്ടോ. വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കോളിഫ്ലവർ കുറേശ്ശെയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. കോളിഫ്ലവറിൻ്റെ എല്ലാ സൈഡിലേക്കും മസാല പിടിക്കുന്ന രീതിയിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം 1.5 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഒരു പാൻ എടുത്ത് അതിൽ എണ്ണ ഒഴിച്ച് അത് തിളക്കാനായി മാറ്റി വയ്ക്കുക. എണ്ണ തിളച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ച കോളിഫ്ലവർ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. കോളിഫ്ലവർ ഫ്രൈ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് കേട്ടോ. വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്സാണ്. നല്ല ടേസ്റ്റാണ് സോസും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് 2 രീതിയിൽ ചെയ്യുന്നുണ്ട്. ബജ്ജി, മൈദയിൽ മുക്കിയിട്ട് പൊരിക്കുന്ന ബജ്ജി ടൈപ്പും സാധാ ഫ്രൈ ചെയ്തെടുക്കുന്ന രീതിയിലും 2 രീതിയിലും ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 2 രീതിയിലും ഒന്ന് ചെയ്ത് നോക്കുക. ഏതാ കൂടുതൽ ടേസ്റ്റ് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ഭാഗം വെന്തതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മറ്റേ ഭാഗവും ഫ്രൈ ചെയ്തെടുക്കുക. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ബജ്ജിയായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. മൈദപ്പൊടിയിൽ കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് നേരത്തെ മസാല തേച്ച് വെച്ച കോളിഫ്ലവർ മുക്കി ഫ്രൈ ചെയ്യുന്ന രീതിയാണ് ഇത്. അത് നന്നായി ഫ്രൈ ചെയ്ത് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. 2 വശവും നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ കോരിയെടുത്ത് മാറ്റി വയ്ക്കുക. ഇതാണ് ഇന്നത്തെ കോളിഫ്ലവർ റെസിപ്പി.